രാവിലെ ചെടികൾക്കൊക്കെ ഈ സൈഡിൽ നിൽക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച്. അപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലുള്ള ചെടികൾക്ക് മാത്രമാണ് വെള്ളമില്ലാതിരുന്നത്. അപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ഈ വിങ്കാ റോസ് ഉണ്ടല്ലോ, വിങ്കാ റോസ് അന്ന് ഞാൻ കൂമ്പ് നുള്ളി കൊടുത്ത വിങ്കാ റോസാണത്. ഇപ്പോൾ ഈ സംഗതിക്ക് നിറയെ പൂവുണ്ടായിട്ടുണ്ട് അല്ലേ, എന്ത് ഭംഗിയാണത് കാണാനായിട്ട്. പിന്നെ ഈ ചട്ടിയിൽ ഇപ്പം വേറെ മുളക് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് 2-3 പാകി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലുണ്ടായ മുളകുണ്ടല്ലോ, രണ്ട് തൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ ഗ്രോ ബാഗിലോട്ട് ഇന്നലെ ഉച്ചക്കാണ് ചെയ്തത്, കാണിച്ചില്ല. ഗ്രോ ബാഗിലോട്ട് മാറ്റി ഇവിടെ തന്നെ വെച്ചാക്കിയെന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോകും. ഒരു പയറിൻ്റെ ചെടിയുമുണ്ടായിരുന്നു, അതും ഇവിടെ തന്നെ വെച്ച്. പിന്നെ നമ്മുടെ കുറച്ച് ദിവസം ഈ വഴുതനങ്ങ തൈയൊക്കെ കണ്ടിട്ട് ഇത് നല്ലോണം ഞാൻ അന്ന് പറഞ്ഞ വിട്ടേനെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് വഴുതനങ്ങ പൊട്ടിക്കണം. കോവക്കയൊക്കെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. കോവക്ക ഇപ്പോൾ കാണിക്കാനില്ല. കോവക്ക അധികം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ വഴുതനങ്ങ തൈ ഉണ്ട്. ഇത് പിന്നെ അതിലേക്കുണ്ട്. പിന്നെ ഇത് ഒരു കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചാഞ്ഞ് വീണെടുക്കണായിരുന്നു. ഇതിനൊക്കെ ഒരു കുത്തിയിട്ട് കൊടുക്കണം. പിന്നെ 2 തക്കാളി കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചീരത്തൈ നടണമെന്ന് പറഞ്ഞിട്ടേ അപ്പുറത്തെ വീട്ടിൽ ചീരയുടെ വിത്ത് ഇങ്ങനെ മൂത്തിടക്കുണ്ടായിരുന്നു. ഞാനത് മറ്റേ ഫ്രണ്ടിലുള്ള ചെടികളുടെ ചട്ടി കൊണ്ട് പാകിയിട്ടേ 2-3 മുളച്ചൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നടണം ഞാൻ പറഞ്ഞിരിക്കണം. പിന്നെ കോവക്ക ഒരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കോവക്ക ഉണ്ടായി കിട്ടുന്നുണ്ട്. കോവക്കയുടെ സീസണാണെന്ന് തോന്നുന്നത്. കുറച്ച് പച്ചമുളക് പൊടിച്ചു. പച്ചമുളക് തീർന്നു വീട്ടിൽ. പച്ചമുളക് ഒരുപടി പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. ഇനിയും പൊട്ടിക്കാനുണ്ടോ? ഉള്ളത് പൊട്ടിച്ചെടുത്തോ. പച്ചമുളക് കുറച്ചും കൂടി നട്ട് വിട്ട് കൊടുക്കണം. പച്ചമുളക് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഗ്രോ ബാഗിൽ വെച്ചാൽ മതിയല്ലേ. ആ വെള്ളമുളകാണ് നമുക്ക് അധികം ഉണ്ടായി കിട്ടിയത്. വെള്ളക്കാന്താരി ഉണ്ടല്ലോ, ഒരു വലിയ ടൈപ്പ്. ആ കാന്താരി മുളക് നമുക്ക് കുറച്ചുണ്ടായി കിട്ടിയത്. ആ ബുള്ളറ്റ് മുളകിൽ വല്ലതുണ്ടോ പൊട്ടിക്കാനായിട്ട്? കുറച്ച് മുളകും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുന്നു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.